ഹായ്, നമ്മൾ ഇന്ന് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ 3 പ്രധാനപ്പെട്ട ടേംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു, എന്നിട്ട് അതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർത്തു. നമുക്ക് വീണ്ടും ആ സൊല്യൂഷനിലേക്ക് 2, 3, 4, 10 സ്പൂൺ ഉപ്പ് ചേർത്ത് ഡിസോൾവ് ചെയ്യാൻ സാധിക്കും അല്ലെ? അപ്പൊ അങ്ങനെ അവസ്ഥയിലുള്ള ഒരു സൊല്യൂഷനെ, അതായത് ആ സൊല്യൂഷനിലേക്ക് വീണ്ടും വീണ്ടും നമുക്ക് സൊല്യൂട്ടിനെ ചേർത്ത് ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൊല്യൂഷനെയാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു, അതിനകത്തേക്ക് ഞാൻ 10 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യിച്ചു. 11ാമത്തെ സ്പൂൺ ഉപ്പ് ഞാൻ അതിനകത്തേക്ക് ചേർത്തു, പക്ഷെ അത് അവിടെ ഡിസോൾവ് ആവുന്നില്ല. അതായത് മാക്സിമം എത്ര സൊല്യൂട്ട് ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കുമോ അത്രയും സൊല്യൂട്ടിനെ നമ്മൾ അവിടെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷനെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതേ സൊല്യൂഷനെ, ഈ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഞാൻ അതിലേക്ക് 1 സ്പൂൺ ഉപ്പിനെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ ഈ ഉപ്പ് അവിടെ ഡിസോൾവ് ആവാൻ തുടങ്ങി. അതായത് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് സൊല്യൂട്ടിനെയും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള സൊല്യൂഷനെയാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.